ലോകാവസാനത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് മസീഹുദ് ദജ്ജാൽ, ലോകത്ത് വരുന്നുണ്ട് ദാബത്തുൽ അർള്, അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഅബയെ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ആ റൊട്ടേഷനെ തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്. ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത്. അത് അള്ളാഹു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ, ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് പിന്നെ പടിഞ്ഞാറാണ്. അത്ര ഈസിയാണത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്, അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും. നമ്മളോട് കഅബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ? കഅബയെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാ? ഇടതുഭാഗത്താണ്. നമ്മുടെ കൽബ്, ഹൃദയഭാഗം എവിടെയാണ്? കൽബ് കിടക്കുന്നത്, ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം. ആ കൽബ് കഅബാലയത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ്. 7 റൗണ്ട്. 7 റൗണ്ട്. 7 എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, ദിവസങ്ങൾ 7ആണ്. ഒരാഴ്ചയിൽ പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ 7 എണ്ണമാണ്. വിബ്ജർ 7. ആകാശം 7ആണ്. 7 ആകാശങ്ങൾ. ഭൂമിയുടെ ലെവലുകൾ 7 എണ്ണമാണ്. 7 വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് ഖുർആനിൽ. അത്ഭുതമുള്ള അക്കമാണ്. 7 മഹാനി ആവർത്തിക്കപ്പെടുന്ന 7 സൂറത്തുൽ ഫാത്തിഹ. ഭയങ്കര അത്ഭുതമാണ്. 7 റൗണ്ട് ചുറ്റണം. ആ ചുറ്റുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ആ ചുറ്റുന്ന പോലെയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങുന്നത്. കഅബം തവാഫ് ചെയ്യാൻ പറഞ്ഞത് വലിയൊരു അത്ഭുതമുള്ള രീതിയാണ്. ഭൂമി കറങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. കാരണം ഭൂമിയുടെ ഉപഗ്രഹമല്ലേ, സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രൻ കറങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ ഈ കഅബം തവാഫ് ചെയ്യുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാ, ഇടത്തുനിന്ന് വലത്തോട്ട്. ഭൂമി സൂര്യനെ ലക്ഷ്യമാക്കി കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യന് ചുറ്റും ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുന്നത് 365 ദിവസം കൊണ്ട്. ആ ഒരു കറക്കം ഭൂമി കറങ്ങുന്നത് കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്ന പോലെ സൂര്യനെ ഇടതാക്കിയിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഭൂമിയുടെ കറക്കം. സൂര്യൻ അതിന്റെ സർവ്വഗോളങ്ങളെയും കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തെ ലക്ഷ്യമാക്കി സൂര്യൻ കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ഗാലക്സികൾ സ്വയം കറങ്ങുന്നുണ്ട്, ഇടത്തുനിന്ന് വലത്തോട്ട്. ചെലന്തി വല കെട്ടുന്നത് പോലും ഇടത്തുനിന്ന് വലത്തോട്ടാ. ഇത് അല്ലാഹുവിന്റെ സിസ്റ്റമാണ്. അല്ലാഹുവിന്റെ സിസ്റ്റം ഭയങ്കര അത്ഭുതമല്ലേ ഇത്? ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞൊരു അത്ഭുതം കൂടെ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതറൽ അർള വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വതറൽ ജിബാല തഹ്സബുഹാ ജാമിദതൻ വഹിയ തമുർ മർറസ് സഹാബ് സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. ഭൂമി തിരിയുന്നുണ്ടെന്നാ ഖുർആൻ പറയുന്നത്. നമുക്ക് തോന്നുന്നുണ്ടോ ഭൂമി കറങ്ങുന്നുണ്ട്? നമ്മളിപ്പോ എത്ര സ്പീഡിലാണ് ഓടുന്നറിയോ? നമ്മുടെ ഭൂമി അള്ളാന്റെ വായുവിൽ, ഈ സ്പേസിൽ നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഓടുന്ന സ്പീഡ് എത്രയാണെന്നറിയോ? 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ നമ്മളും പള്ളിയും പന്തലൊക്കെ അടക്കം പോകുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ 1,08,000 സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങിയാലേ അടുത്ത ജനുവരി 1 ആവുള്ളൂ. 365 ദിവസം. അത് പൂർത്തിയാവുന്നത് 1,08,000 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ. ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കമാണ്. ആ റൗണ്ട് പൂർത്തിയാകുമ്പോഴാ 1 കൊല്ലമായി നമ്മൾ പറയാം. ആ പോക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഒരു ട്രെയിൻ പോയാൽ അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ? കൊടുങ്കാറ്റല്ലേ. സൂര്യന്റെ ചുറ്റും ഭൂമി ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കൊടുങ്കാറ്റും ഭൂമിന്റെ അന്തരീക്ഷത്തെ വല്ല കാറ്റും അറിയുന്നുണ്ടോ? വല്ല ബുദ്ധിമുട്ട് അറിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഈ അന്തരീക്ഷത്തിൽ ഒന്നും അറിയുന്നില്ല. ഖുർആൻ പറയുന്നു, നോക്കൂ. വതറൽ ജിബാല
പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നബിയേ തഹ്സബുഹാ ജാമിദ, അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഖുർആൻ നോക്കുക, നിങ്ങൾക്ക് തോന്നും അനങ്ങണില്ല. തഹ്സബുഹാ ജാമിദ വഹിയ തമുറു, ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. മർറസ്സഹാബ്, മേഘങ്ങൾ കറങ്ങുന്ന പോലെ, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് നബിയേ. സുൻഅല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അല്ലാഹുവിന്റെ സംവിധാനമാണ്. അല്ലദീ അത്ഖന കുല്ല ഷൈഇൻ, എല്ലാറ്റിന്റെയും ക്രിയേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തവനാണ് അല്ലാഹു. അതുകൊണ്ട് നബിയെ അനങ്ങുന്നില്ല എന്ന് മനുഷ്യർക്ക് തോന്നും, ഇവ അനങ്ങുന്നുണ്ട്. ഏതുപോലെ? മേഘം സഞ്ചരിക്കുന്ന പോലെ. ഒരു പർവ്വതവും പാണത്തൂര ഒരു മലയും ഇങ്ങോട്ട് ഏഴിമലയിലേക്കോ ഏഴിമലയിലെ പർവ്വതം മംഗലാപുരത്തേക്കോ മാറിയിട്ടില്ല. ഇത് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ള പറയും ചെയ്യുക. ഏതുപോലെ? മേഘം പോലെ. എന്താണ് പറഞ്ഞത്? മേഘം ഒറ്റക്കാണോ പോകുന്നത്? അല്ല, മേഘത്തെ ആര് തള്ളിവിടണം? കാറ്റ് തള്ളിവിടണം, അപ്പൊ മേഘം പോകും. അപ്പൊ കാറ്റ് കൊണ്ട് മേഘം പോകുന്ന പോലെ ഭൂമിയുടെ സ്വയം കറക്കം കൊണ്ട്, ഭൂമിയുടെ അനക്കം കൊണ്ട് അതിനനുപാതികമായി പർവ്വതം ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. പർവ്വതം ഒറ്റക്ക് നടക്കുന്നതല്ല, ആരോ കൊണ്ടുപോകുന്നുണ്ട്. മേഘത്തെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ. അല്ലാഹു ഉദാഹരണം വെച്ച് നോക്കൂ. എന്നിട്ട് പറയാൻ, ആ 1,08,000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിലെ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേദ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി. ഭൂമിയോടൊപ്പം നമ്മൾ 1,08,000 കിലോമീറ്റർ അള്ളാന്റെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. 1,08,000 കിലോമീറ്റർ. നമ്മൾ അറിയുന്നുണ്ടോ? മനുഷ്യന് കഥയെന്ന് കണ്ടു, നമ്മൾ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കിച്ചിരിക്കുക. അള്ളാന്റെ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ. വല്ല പ്രയാസം നമ്മൾ അറിയുന്നുണ്ടോ? ഭൂമിയിൽ ഇത്ര സ്പീഡിൽ സാധനം പോയാൽ എന്തൊരു കൊടുങ്കാറ്റായിരിക്കും. പക്ഷെ അന്തരീക്ഷത്തിലൊന്നും സംഭവിക്കണില്ല, അന്തരീക്ഷത്തിലൊന്നും സംഭവിക്കണില്ല. യാ അല്ലാഹ്, അങ്ങനെ പ്രപഞ്ചത്തെ കറക്കുന്ന അല്ലാഹു തആല, ഭൂമിയെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന കറക്കം, നമ്മൾ സഈ ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്. ശരിക്കും ചിന്തിച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്ന പോലെ സഫീൻ തുടങ്ങി മർവയിലേക്ക് അവസാനിക്കുന്ന സഈ, സഫാ മർവന്റെ ഇടയിലെ നടത്തം പോലും കഅബ ചുറ്റുന്ന പോലെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് ാണ്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും, സയൻസ് പഠിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട്. അവിടെ ബോറോയിങ് ലെൻഡിങ് നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് കഅബ തവാഫ് ചെയ്യുന്ന പോലെയാണ്, ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. ഈ കറക്കം യൂണിവേഴ്സലാണ്. അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഇബാദത്തും അങ്ങനെ തന്നെ. ആ ഭൂമിയോട് അല്ലാഹു, ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും. അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന അത്ഭുതം നടക്കും. അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട്? തുലൂഉശ് ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് ഉദിച്ചാലും മതി. ഇപ്പോ എല്ലാവർക്കും ഉദിക്കേണ്ട, ഒരൊറ്റ രാജ്യക്കാർക്ക് മതി. അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ, അപ്പോഴേക്കപ്പോഴേ ന്യൂസ് അവർ വന്നില്ലേ, ഹോട്ട് ന്യൂസ്. കൂട്ടരെ, ഈസ്റ്റേൺ രാജ്യക്കാരെ പുറപ്പെട്ട് ഉറങ്ങിക്കോളൂ, നിൽക്കുന്ന പകലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചു. സർവ്വ ന്യൂസുകളും വരും അല്ലെ? ഹോട്ട് ന്യൂസ് അതായിരിക്കും, എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും. അര ദിവസം ഉണ്ടാവുള്ളൂ, അര ദിവസം, ഹാഫ് ഡേ. അത് കഴിഞ്ഞ സൂര്യൻ അവിടെ തന്നെ അസ്തമിക്കും, പിന്നെ കിഴക്ക് ഉദിക്കുകയും ചെയ്യുന്ന. ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്നതാണ്, ഒരുപാട് ആളുകൾ മുസ്ലിമാകും. കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതേ, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിം ആവേണ്ട ഗതികേട് വേണ്ട, ഇത് കണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആവണ്ട.
لا تنفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. അതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല. അതുവരെ വഴിതെറ്റി നടന്നിട്ട് പിന്നെ ആ ഒരു സംഭവം നടക്കുമ്പോഴേക്കും ഞാൻ നന്നാവട്ടെ പടച്ചോനെ, എനിക്ക് മരിക്കണം, എനിക്ക് ആഖിറം, എന്റെ റബ്ബിന്റെ മുമ്പിൽ വിചാരണ, നരകം, സ്വർഗം, ഇതൊന്നും പിന്നെ ചിന്തിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു സ്വീകരിക്കൂല. എന്തേന്നറിയോ? പടച്ച തമ്പുരാൻ അങ്ങോട്ട് ഇറങ്ങി വന്ന എല്ലാരും വിശ്വസിക്കൂലേ? ഇതെന്തിന്റെ ലോകമാണ്? പരീക്ഷണത്തിന്റെ ലോകമാണ്. ലിനബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഇതങ്ങ മഹാത്ഭുതം കണ്ടിട്ട് തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് അത്ഭുതം? ഇതൊന്നും ഇല്ലാതെ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കരമാണ്. നമ്മൾ ചെയ്യുന്ന റിസ്ക് ഭയങ്കര റിസ്ക് എടുക്കുന്നവരാണ് നമ്മൾ. നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ച നമ്മൾ കള്ളുടിക്കാത്തത്, നാളെ പരലോകത്ത് സ്വർഗ്ഗമുണ്ടെന്ന് വിചാരിച്ചിട്ടാ വ്യഭിചരിക്കാതിരിക്കുന്നത്, നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ സ്വർഗവും സ്വർഗീയ ആരാമങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച നമ്മൾ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത്, നമ്മൾ അള്ളാഹനെ സൂക്ഷിക്കുന്നത് ഭയങ്കര റിസ്ക് അല്ലേ? ഭയങ്കര റിസ്ക് അല്ലേ നമ്മൾ എടുക്കുന്നത്? അവിടെ ഉണ്ട് ഇഖ്ബാലൊക്കെ പറഞ്ഞു, ബെച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ഇഖ്ബാല പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. ഔറോംകെ ഖസാനെ ഹെ മഅമൂർ, ബെച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ യഹൂർ. ബർഖ് ഗിർത്തി ഹെ തോ ഗിർത്തി ഹെ ബെച്ചാരെ മുസൽമാൻ പർ. എന്ത് അപകടം ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ തലക്ക്, അമുസ്ലിമീങ്ങളുടെ ഖജനാവുകളൊക്കെ നീ നിറച്ചു കൊടുത്തില്ലേ പടച്ചവനെ? ഓ ബച്ചാരെ മുസൽമാനോ ഫഖത്ത് വഅദ ഹൂർ. മുസ്ലിമിന് ഹൂറുൽ ഉണ്ട് എന്ന ഒരു വാഗ്ദാനം പടച്ച റബ്ബേ, ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാം കൊടുത്തു, ഇവിടെ തന്നെ ഞങ്ങൾക്ക് തരാമെന്ന് നീ വാഗ്ദാനം ചെയ്തു അല്ലേ എന്ന് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട് ശിക്വയിൽ. ഈ റിസ്ക് എടുക്കുന്നതിന് അല്ലാഹു സ്വർഗ്ഗം തരും. ഇത് വല്ലാത്ത റിസ്ക്കാണ്. ഇത് ഭയങ്കര റിസ്ക് എടുക്കാണ്. നമ്മള് കാണാത്തൊരു ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ റിസ്ക് എടുക്കുന്നതിനാ സ്വർഗം. സ്വർഗം നമ്മൾ 3 ബെഡ്റൂം ഫ്ലാറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗം ലോകങ്ങളാണ് ഒരാൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്.